ഇന്ന് ഞങ്ങൾ ഓച്ചിറ അമ്പലത്തിൽ പോകാം കേട്ടോ. അങ്ങനെ ഉച്ചയൊക്കെ ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. പിന്നെ ഓച്ചിറയിൽ തന്നെ ഞങ്ങളുടെ ഒരു റിലേറ്റീവ് ഉണ്ട്. അപ്പം അവിടെയും കൂടെ കയറാൻ വേണ്ടി കേട്ടോ നേരത്തെ ഇറങ്ങിയത്. അങ്ങനെ അവിടെയൊക്കെ കയറിയിട്ട് കുറച്ച് നേരം ഇരുന്ന് പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് അമ്പലത്തിലോട്ട് പോയത്. അവിടുന്ന് അമ്പലത്തിലോട്ട് കുറച്ച് നേരത്തെ ഇറങ്ങണമെന്നാണ് കേട്ടോ വിചാരിച്ചത്. പക്ഷേ പറ്റിയില്ല, കുറച്ച് താമസിച്ചിട്ടാണ് ഇറങ്ങിയത്. അങ്ങനെ അമ്പലത്തിലൊക്കെ വന്ന് തൊഴുതിട്ട് ഇത് ആൾരൂപ കേട്ടോ. എന്ന് വെച്ചാൽ നമ്മുടെ ശരീരഭാഗങ്ങളിൽ എവിടെയെങ്കിലും വയ്യാതായിട്ടുണ്ടെങ്കിൽ അത് അവിടെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ അത് ശരിയാവുമെന്നാണ് വിശ്വാസം. അങ്ങനെ ഇത് ചെളിപ്രസാദം എന്ന് വെച്ചാൽ ഇവിടെ ഇതാണ് നമുക്ക് ചന്ദനമായിട്ട് കിട്ടുന്നത്. നമ്മൾ കഴിഞ്ഞ 28 ഓണത്തിൻ്റെ വീഡിയോ ഇട്ടത് ഈ അമ്പലത്തെക്കുറിച്ചാണ് കേട്ടോ. 28 ഓണത്തിൻ്റെ സമയത്തൊന്നും ഇങ്ങോട്ട് വരാൻ പോലും പറ്റത്തില്ല, അത്രയ്ക്ക് തിരക്കാണ്. അങ്ങനെ ഇനി ഈ വയലെന്ന് പറയുന്നത് ഓച്ചിറക്കളി നടക്കുന്ന വയലാട്ടോ. അങ്ങനെ പിന്നെ ഈ കാളയൊക്കെ കണ്ട്, കാളയാണ് ഓച്ചിറയിൽ പ്രധാനമായിട്ടുള്ളത്. അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങൾ തൊഴുതിട്ട് വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നേ. വീട്ടിലപ്പോഴത്തേക്കും ചേച്ചിയും പിള്ളേരും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഓണത്തിൻ്റെ ആഫ്റ്റർ എ ലോങ് ടൈം ഞങ്ങൾ കസിൻസ് എല്ലാം കൂടെ ഒത്തുകൂടിയതാണ് കേട്ടോ. ആ ഒരു 1.5 മണിക്കൂർ അവിടെ ഭയങ്കര ബഹളമായിരുന്നേ. എന്ന് വെച്ചാൽ അപ്പുറത്തെ വീട്ടുകാരൊക്കെ അറിഞ്ഞിട്ടുണ്ട് ഞങ്ങളെല്ലാം അവിടെ ഉണ്ടെന്ന്. അങ്ങനെ ആ ഒരു ബഹളമൊക്കെ കഴിഞ്ഞ് അവർ പോകാനായിട്ട് ഇറങ്ങി കേട്ടോ. അങ്ങനെ അവർ പോയി കേട്ടോ. അവർ പോയപ്പോഴത്തേക്കും ഞങ്ങൾക്കും ഭയങ്കര വിഷമമായിരുന്നു, കാരണം അത്രയും നേരം അവിടെ ഫുൾ എൻജോയ്മെൻ്റ് ആയിരുന്നു. അങ്ങനെ അവർ പോയപ്പോഴത്തേക്കും ഞങ്ങളും പിന്നെ വീട്ടിലോട്ട് പോയിട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ, ടാറ്റാ.